വെരി ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മൾ ഇന്ന് പ്രോഗ്രാമർ എന്ന് പറയുന്ന ഒരു തസ്തികയിലോട്ട് റീസെന്റ് PSC നോട്ടിഫിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ റീസെന്റ് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഒരു എക്സാം പാറ്റേണും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, അതിന്റെ ക്വസ്റ്റ്യൻ ഏരിയ എങ്ങനെയാണ് കവർ ചെയ്ത് വരുന്നത് എന്നൊക്കെ ഒന്ന് ഒരു അനാലിസിസിന് വേണ്ടി, നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി 205/2021 ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അഗെയിൻ പ്രോഗ്രാമർ എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടിയുള്ളതായിരുന്നു. പ്രോഗ്രാമർ ഇൻ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, ആ ഒരു ഏരിയയിലോട്ടുള്ള ഒരു എക്സാം ആയിരുന്നു 205/2021 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അനാലിസിസില് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 51 to 100 എന്നുള്ള റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ കോർ സബ്ജക്റ്റിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾമോസ്റ്റ് ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. To which of the following packages the scanner class belongs? ഓക്കെ, അപ്പോ ഒന്ന് ആൻസർ കമന്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കിക്കേ. നിങ്ങൾ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫൈനലി നമുക്ക് ഈ 50 ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടും എന്നുള്ളൊരു ഇവാലുവേഷനും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ടു വിച്ച് ഓഫ് ദ ഫോളോവിങ് പാക്കേജ് ദ സ്കാനർ ക്ലാസ് ബിലോങ്സ്? ഏത് പാക്കേജിലാണ് സ്കാനർ ക്ലാസ് ബിലോങ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് ആൻസർ കമന്റ് ചെയ്തോളൂ. ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. തെറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ തെറ്റിൽ നിന്നാണ് പഠിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഇസ് java.util എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട് ഈസ് എ പാക്കേജ്. പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിൽ ഒന്നിലധികം കുറെ പാക്കേജുകൾ ഉണ്ട്. java.io, java.lang, java.util, java.awt, ഇതെല്ലാം പല പാക്കേജുകളാണ്. ഈ പാക്കേജുകളിൽ കുറെ ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഓരോ ക്ലാസ്സിനും ഓരോ സ്പെസിഫിക് മീനിങ്ങും അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് പർപ്പസും ഉള്ള ക്ലാസ്സുകളായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഈ യൂട്ടിൽ എന്ന് പറയുന്ന പാക്കേജിലാണ് നമ്മുടെ സ്കാനർ ക്ലാസ് ഉള്ളത്. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ സ്കാനർ ക്ലാസ് യൂസ് ചെയ്യുന്നത്? സ്കാനർ ക്ലാസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇൻപുട്ട് ആയിട്ട്, അതായത് നമുക്ക് പല ഡേറ്റ ടൈപ്പുകൾ ഉണ്ട് അല്ലെ, ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, സ്ട്രിങ്, അങ്ങനെ പല ഡേറ്റ ടൈപ്പുകൾ ഉണ്ട്. അപ്പം ഈ ഡേറ്റ ടൈപ്പുകളിലോട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ക്ലാസ് ആണ് സ്കാനർ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻപുട്ട് റിസീവ് ചെയ്യുക. എന്തിനാണ് ഇൻപുട്ട് റിസീവ് ചെയ്യുന്നത്? നമ്മളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്ത ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഇന്റ്, ഡബിൾ, ഫ്ലോട്ട്, സ്ട്രിങ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് അനുയോജ്യമായിട്ടുള്ള ഡേറ്റാനെ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് സ്കാനർ ക്ലാസ്. ഓക്കെ, അപ്പൊ അതായത് ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് സ്കാനർ ക്ലാസ്. ഇതിനുള്ളിൽ പലതരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ട്. അതായത് നെക്സ്റ്റ് ലൈന്, നെക്സ്റ്റ് ബൈറ്റ്, നെക്സ്റ്റ് റീഡ് ലൈന്, അതുപോലെ തന്നെ നെക്സ്റ്റ് ബൂളിയൻ, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുകൾ ഈ സ്കാനർ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പം എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. Which of the following method will put the current thread on wait until the thread on which it is called is complete? ഓക്കെ, ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തോളൂ.
ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, തെറ്റിയാലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ ഒരു 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 പോയിന്റിൽ നമുക്കൊരു സ്ട്രൈക്ക് വരും, ഇതായിരുന്നല്ലോ ഇതിന്റെ ആൻസർ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമുക്ക് തെറ്റുകൾ വരും, കുഴപ്പമില്ല കേട്ടോ. അത് ഓർത്ത് അയ്യോ എനിക്ക് അറിയില്ല അല്ലെ, എന്റെ ഒരു നോളജ് ലെവൽ മനസ്സിലാവും, ആ ഒരു ചിന്തയൊന്നും വേണ്ട, തെറ്റിക്കോട്ടെ, നമ്മൾ അതിൽ നിന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ത്രെഡ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജാവയിലുള്ള ഒരു ക്ലാസ് ആണ് ത്രെഡ് എന്ന് പറയുന്നത്. ആ ത്രെഡിനുള്ളിൽ പലതരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ട്. സ്ലീപ്പ് മെത്തേഡ് ഉണ്ട്, ജോയിൻ മെത്തേഡ് ഉണ്ട്, റെസ്യൂം മെത്തേഡ് ഉണ്ട്, സസ്പെൻഡ് മെത്തേഡ് ഉണ്ട്. ഇനി സസ്പെൻഡ് മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ, അതായത് സെയിം ടൈം തന്നെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ തിങ്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ത്രെഡ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ അവിടെ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതില് സസ്പെൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്തിനാണ് സസ്പെൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഇപ്പൊ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ത്രെഡ് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് പെട്ടെന്ന് വേറൊരു ആക്ഷൻ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ എന്ത് ത്രെഡിനെയാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെ സസ്പെൻഡ് ചെയ്തിട്ട് ആ വന്നവരെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ആരാണോ വന്നത്, എന്ത് റിക്വസ്റ്റ് ആണോ വന്നത്, അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ത്രെഡിനെ സസ്പെൻഡ് ചെയ്യുന്നു, നിർത്തിവെക്കുന്നു. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുന്നു അതിന്റെ എക്സിക്യൂഷൻ, അതാണ് സസ്പെൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാൾ വന്നു, നമ്മൾ അയാളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തിവെക്കുന്നു, അതാണ് സസ്പെൻഡ്. ഇനി ഒരാൾ വന്നു എന്ന് പറഞ്ഞല്ലോ, അയാൾ വന്നു, അയാളുടെ ഡ്യൂട്ടി എല്ലാം പെർഫോം ചെയ്ത് അയാൾ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ത്രെഡിന്റെ എക്സിക്യൂഷൻ റീസ്റ്റാർട്ട് ചെയ്യാം. അതാണ് റെസ്യൂം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് റെസ്യൂം എന്ന് പറയുന്നത്. സസ്പെൻഡിൽ നിന്ന് സസ്പെൻഡ് വഴി സ്റ്റോപ്പ് ആയ ഒരു ത്രെഡിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസ്യൂം എന്ന് പറയുന്നത്. ഓക്കെ, സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈമില്, ഓക്കെ, സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈമില് നമ്മളുടെ ത്രെഡ് ഒരു വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജോയിൻ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ക്വസ്റ്റ്യന്റെ ഡെഫിനിഷൻ ആണ് ജോയിൻ ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ത്രെഡ് വെയിറ്റ് ചെയ്യുന്നു, അല്ലെ? It will put the current thread on wait until the thread on which it is called is completed. അതായത് നമ്മളുടെ ത്രെഡിനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കാരണം എക്സിക്യൂട്ട് ആകാൻ അല്ലെങ്കിൽ until the thread on which it is called, അതായത് ആര് കാരണമാണോ നമ്മൾ എക്സിക്യൂട്ട് ആയത് അയാളുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ ഇനി നമ്മളുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റിംഗ് സ്റ്റേജിൽ നിൽക്കും. ഇതാണ് നമ്മളുടെ ജോയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തോളൂ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്.
ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. നമുക്കറിയാം നമ്മളുടെ ഓപ്സ് കൺസെപ്റ്റിലൊക്കെ നമ്മൾ ഡിസ്ട്രക്ടറും കൺസ്ട്രക്ടറും ഉണ്ട്. അതായത് ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു കൺസ്ട്രക്ടർ കോൾ ആകും എന്ന് പറഞ്ഞു. എന്താണ് കൺസ്ട്രക്ടർ? ഇതൊരു കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ, ക്ലാസിന്റെ അതേ നെയിമിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സോ ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കൺസ്ട്രക്ടർ കോൾ ആകും. കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ നെയിം എന്തായിരിക്കും? നമ്മളുടെ ക്ലാസിന്റെ അതേ നെയിം തന്നെയായിരിക്കും ഫംഗ്ഷന് വരുന്നത്. അപ്പൊ ഇങ്ങനെ എന്തിനു വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്? കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് നമുക്ക് മെമ്മറി റിസർവ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്സിലുള്ള വേരിയബിൾസിനൊക്കെ ഒരു ഇനിഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ഡിസ്ട്രക്ടർ. അതായത് നമ്മൾ കൺസ്ട്രക്ടർ വഴി എന്താണോ ചെയ്തത് അതിനെ ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ട്രക്ടർ. അപ്പൊ ഡിസ്ട്രക്ടറും കൺസ്ട്രക്ടറും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ഡിസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മുടെ ഫംഗ്ഷൻ, അതും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അതും ഫംഗ്ഷൻ നെയിം എന്താണ്? നമ്മുടെ ക്ലാസ് തന്നെയാണ്. ഓക്കെ, പക്ഷെ ആ ക്ലാസ് നെയിമിന്റെ മുമ്പില് ടിൽഡിന്റെ ഒരു സിമ്പിൾ ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ടറിനെയും ഡിസ്ട്രക്ടറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ ഐ തിങ്ക് ഇറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓപ്ഷൻ ഈസ് ഫോൾസ് അബൌട്ട് ദ ഫൈനൽ കീവേഡ്? ആൻസർ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാനായിട്ടാണ് അല്ലെ. അപ്പൊ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട് ഈസ് ഫൈനൽ കീവേഡ്. ഫൈനൽ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മള് ഫൈനൽ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിന് നമ്മൾ ഫൈനൽ കീവേഡ് കൊടുത്താലും, ഒരു വേരിയബിളിന് നമ്മൾ ഫൈനൽ കീവേഡ് കൊടുത്താലോ അല്ലെങ്കിൽ ഒരു മെത്തേഡിന് നമ്മൾ ഫൈനൽ കീവേഡ് കൊടുത്താലോ അത് അതായത് ഒരു അത് നമുക്ക് കനോട്ട് ബി ചേഞ്ച്. ആ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ആ മെത്തേഡിനെ നമുക്ക് ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കനോട്ട് ബി ചേഞ്ച്, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ അതിനെ ഇൻഹെറിറ്റ് ചെയ്യാനും നമുക്ക് പറ്റില്ല. ഓക്കെ, ഈ രണ്ടെണ്ണമാണ് നമ്മുടെ ഫൈനൽ എന്ന് പറയുന്ന കീവേഡിന്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫൈനൽ കീവേഡിനെ കുറിച്ച് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, എ ഫൈനൽ മെത്തേഡ് കനോട്ട് ബി ഓവർ റിഡൻ ഇൻ ഇറ്റ് സബ് ക്ലാസ്. ശരിയാണ്, ഫൈനൽ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഫൈനൽ മെത്തേഡ് എന്തുകൊണ്ടാണ് ഓവർ റൈഡ് ചെയ്യാൻ പറ്റാത്തത്? അത് ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അത് ഓവർ റൈഡ് ചെയ്യുന്നത്? അപ്പം ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് എ ഫൈനൽ ക്ലാസ് കനോട്ട് ബി എക്സ്റ്റെൻഡ്. ഫൈനൽ ക്ലാസ്സിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്? ഫൈനൽ എന്ന് പറയുന്ന ക്ലാസ്സിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എ ഫൈനൽ മെത്തേഡ് ക്യാൻ ബി ഇൻഹെറിറ്റഡ്. ഓക്കെ, എ ഫൈനൽ മെത്തേഡ് ക്യാൻ ബി ഇൻഹെറിറ്റഡ്. അതായത് ഫൈനൽ മെത്തേഡ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലാസ് ആണ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. ഫൈനൽ ക്ലാസ് ആണ് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതാണ് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഫൈനൽ ക്ലാസ് കനോട്ട് ബി എക്സ്റ്റെൻഡ് അതർ ക്ലാസസ്.
ഒരു ഫൈനൽ ക്ലാസ്സിന് അതർ ക്ലാസ്സുകളെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ കാരണം എന്താണ്, എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഫൈനൽ ക്ലാസ് മോഡിഫൈ ആയി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മറ്റു ക്ലാസിന്റെ പ്രോപ്പർട്ടീസും കൂടെ അതിന് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഒരിക്കലും അത് പറ്റില്ല. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അടുത്തത് ഒരു 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ ട്രൂ റിഗാർഡിംഗ് ജാവ? ജാവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എ സ്റ്റാറ്റിക് വേരിയബിൾ ആർ കോൾഡ് ഇൻസ്റ്റൻസ് വേരിയബിൾ. A class can only inherit one class but can implement multiple interfaces. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഏതായിരിക്കും ട്രൂ സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, ഇതിന്റെ ആൻസർ ഒന്ന് എല്ലാരും കമന്റ് ചെയ്തേ. ഓക്കെ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്നുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമ്മളോട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 ഈസ് ട്രൂ. അതായത് നമുക്ക് സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ക്ലാസ് വേരിയബിൾ ആണ്. ഓക്കെ, സ്റ്റാറ്റിക് വേരിയബിൾ ആർ ഓൾസോ കോൾഡ് ക്ലാസ് വേരിയബിൾ. ഓക്കെ, എന്നാൽ ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റിക് വേരിയബിൾ എന്നാണ്. നോൺ സ്റ്റാറ്റിക് വേരിയബിൾ എന്നാണ് ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ മറ്റൊരു പേര്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. എ ക്ലാസ് ക്യാൻ ഓൺലി ഇൻഹെറിറ്റ് വൺ ക്ലാസ്. ഒരു ക്ലാസ്സിന് അതായത് ഒരു ക്ലാസ്സിനെ മറ്റൊരു വേറൊരു ലെവലിലുള്ള ഒരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എ ക്ലാസ് ക്യാൻ ഓൺലി ഇൻഹെറിറ്റ് വൺ ക്ലാസ്. പക്ഷേ ഇറ്റ് ക്യാൻ ഇംപ്ലിമെന്റ് മൾട്ടിപ്പിൾ ഇന്റർഫേസസ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ആണ്. കാരണം ജാവയുടെ കേസിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോസിബിൾ അല്ല. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ക്ലാസ്സിന് മറ്റൊരു ക്ലാസ്സിനെ മാത്രമേ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ സ്ക്രീനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് നോക്കിക്കേ. വിച്ച് ഓഫ് ദീസ് ഈസ് എ സൂപ്പർ ക്ലാസ് ഓഫ് ഓൾ എറേഴ്സ് ആൻഡ് എക്സെപ്ഷൻ ഇൻ ജാവ ലാംഗ്വേജ്? ഇതിന്റെ സൂപ്പർ ക്ലാസ്, എറേഴ്സിന്റെയും എക്സെപ്ഷന്റെയും എല്ലാം സൂപ്പർ ക്ലാസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ആണ്. ത്രോവബിൾ എന്ന് പറയുന്നതാണ് എല്ലാ എറേഴ്സിന്റെയും എക്സെപ്ഷൻസിന്റെയും ഒരു സൂപ്പർ ക്ലാസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വി ക്യാൻ മേക്ക് എ ക്ലാസ് അബ്സ്ട്രാക്ട് ഇൻ C++ ബൈ. ഓക്കെ, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ്. ഓക്കെ, അപ്പം അബ്സ്ട്രാക്ട് വെച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
ആൻസർ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഊപ്സിന്റെ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ് അബ്സ്ട്രാക്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അബ്സ്ട്രാക്ട് ആയിട്ട് ഒരു ക്ലാസ്സിന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് എങ്കിൽ, ഓക്കെ, അതായത് മേക്കിംഗ് അറ്റ്ലീസ്റ്റ് വൺ മെമ്പർ ഫംഗ്ഷൻ ആസ് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ, അതായത് ഒരു അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ എഴുതുവാണ്. അപ്പം ആ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ മീനിങ് എന്താ? ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അതായത് ഹൈഡിങ് ഒരു എസെൻഷ്യൽ ഡീറ്റെയിൽസ് കാണിക്കുകയും ബാക്കി ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെക്കുന്നതുമാണ് നമ്മുടെ അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പം ആ ഒരു കൺസെപ്റ്റ് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഒരു മെമ്പർ ഫംഗ്ഷനെ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതുവഴി നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഓവർറൈഡ് ദ ഫംഗ്ഷൻ. നമുക്ക് അത് ഫംഗ്ഷൻസിനെ ഓവർറൈഡ് ചെയ്ത് നമുക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലോട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വൺ മെമ്പർ ഫംഗ്ഷൻ ഉണ്ടാവണം. അതെന്തായിരിക്കണം? പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ ആയിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം അതാണ് അബ്സ്ട്രാക്ട് ക്ലാസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആൻ ഇന്റർഫേസ് മസ്റ്റ് ബി പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, ഡിഫോൾട്ട്, പബ്ലിക്. ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ആയിട്ട് എന്തായിരിക്കും? ആൻസർ കമന്റ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ. ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് പബ്ലിക് ആയിരിക്കും. ഓക്കെ, ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് പബ്ലിക് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ടും അതിനുള്ളിലെ ഇന്റർഫേസിനെ വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷെ ബൈ ഡിഫോൾട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ബൈ ഡിഫോൾട്ട് ആണ് അവിടെ വരുന്നത്, പബ്ലിക് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ആക്സസ് സ്പെസിഫയേഴ്സ് ആണ് പബ്ലിക്, പ്രൈവറ്റ്, ഡിഫോൾട്ട്, പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി when an applet begins, the first method that is called is, ഒരു ആപ്ലെറ്റ് ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഇനിറ്റ് മെത്തേഡ്. അതായത് ഒരു ആപ്ലെറ്റിനെ സംബന്ധിച്ചിടത്തോളം ആപ്ലെറ്റിനുള്ളിൽ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഇനിറ്റ്, സ്റ്റാർട്ട്, പെയിന്റ്, അതുപോലെ ഡിസ്ട്രോയ്, അങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഒരു ആപ്ലെറ്റ് പ്രോഗ്രാം തന്നെ ബിഗിൻ ചെയ്യുമ്പോൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനിറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോ തവണയും നമ്മുടെ ആപ്ലെറ്റ് HTML പേജ് ലോഡ് ചെയ്ത് വരുമ്പോൾ അവിടെ സ്റ്റാർട്ട് ആയിരിക്കും ഓരോ തവണയും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഒരു തവണയെ ഇനിറ്റ് എക്സിക്യൂട്ട് ചെയ്തുള്ളൂ. വീണ്ടും ഓരോ തവണയും നമ്മുടെ HTML ഡോക്യുമെന്റ് ലോഡ് ആകും തോറും അവിടെ നമ്മൾ സ്റ്റാർട്ട് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ദെൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത് എന്തെങ്കിലും ഇമേജുകളൊക്കെ ഡ്രോ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. ദെൻ നമുക്ക് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ കോൾ ഡിസ്ട്രോയ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോ ബേസിക്കലി ഉള്ള ആപ്ലെറ്റിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇതൊക്കെയാണ്. ഓക്കെ, മെത്തേഡുകളൊക്കെ ഇനിറ്റ്, സ്റ്റാർട്ട്, പെയിന്റ്, ഡിസ്ട്രോയ് ഒക്കെയാണ് ബേസിക്കലി ഉള്ള ഫംഗ്ഷൻസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. when an expression consists of int, double, long, float, then the entire expression will get promoted into a data type that is.
ഓക്കെ, ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഓപ്ഷൻ സി ഈസ് എ റൈറ്റ് ആൻസർ. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു എക്സ്പ്രഷനകത്ത് ഇന്റ്, ഡബിൾ, ലോങ്, ഫ്ലോട്ട് ഒക്കെ ഉണ്ട് എങ്കിൽ അതിന്റെ എൻറ്റയർ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഏത് ഡേറ്റ ടൈപ്പിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡേറ്റ ടൈപ്പ് ഏതാണോ, ഹയർ ഡേറ്റ ടൈപ്പ് ഏതാണോ ആ ഡേറ്റ ടൈപ്പിലോട്ടായിരിക്കും ഹയസ്റ്റ് റിസൾട്ട് പോകുന്നത്. അതായത് ഇന്റ്, ഡബിൾ, ലോങ്, ഫ്ലോട്ട് എന്നിവ നോക്കുമ്പോൾ ഇതിലെ ഹയസ്റ്റ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ ആണ്. സോ അതിന്റെ റിസൾട്ട് എങ്ങോട്ട് പോകും? ഡബിളിലോട്ട് പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ സ്ട്രീം ക്ലാസ് ഇൻ ജാവ? ജാവയിലെ സ്ട്രീം ക്ലാസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. യാ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് ബൈറ്റ് സ്ട്രീം ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ സ്ട്രീം ക്ലാസ്? ബൈറ്റ് സ്ട്രീം ആണ് നമ്മളുടെ ഒരു സ്ട്രീം ക്ലാസ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ പ്രയോറിറ്റി ഓഫ് എ ത്രെഡ്? ത്രെഡിന്റെ പ്രയോറിറ്റി കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതായത് ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ജാവയുടെ വിർച്വൽ മെഷീനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമറോ, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമർ ഉണ്ടാവുമല്ലോ, പ്രോഗ്രാമറോ ആ ത്രെഡിന് ഒരു പ്രയോറിറ്റി വാല്യൂ അസൈൻ ചെയ്യും. പ്രയോറിറ്റി വാല്യൂ എന്ന് പറയുന്നത് 0 to 10 ആണ് പ്രയോറിറ്റി വാല്യൂ. ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിഫോൾട്ട് വാല്യൂ 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ ത്രെഡിന്റെ ഒരു എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഏത് എക്സാം ആണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഈ പ്രയോറിറ്റി വാല്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലാക്കുക, അത് ജാവ വിർച്വൽ മെഷീനോ അല്ലെങ്കിൽ പ്രോഗ്രാമറോ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്, ഒരു പ്രയോറിറ്റി വാല്യൂ ആണ്. ആ ത്രെഡിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് ഈ പ്രയോറിറ്റി വാല്യൂ. ഇത് കിട്ടുന്നത്, പ്രയോറിറ്റി വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണ്? ഗെറ്റ് പ്രയോറിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി വാല്യൂ കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സെറ്റ് ഓപ്പറേഷൻ ഇൻ ദ SQL? അപ്പൊ നമ്മൾ DBMSലോട്ട് കയറി അല്ലെ. ഇപ്പൊ ഇത്രയും നേരവും നമ്മള് ഊപ്സും ജാവയും ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ DBMSലോട്ട് കയറി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് റൈറ്റ് ആൻസർ ഏതായിരിക്കും?
ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് യൂണിയൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഓപ്പറേഷൻ ഉണ്ട്, മൈനസ് ഉണ്ട്, യൂണിയൻ ഓൾ ഉണ്ട് കേട്ടോ. യൂണിയൻ ഓളും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ഓൾ വഴി നമുക്ക് എല്ലാ ഡ്യൂപ്ലിക്കേഷനോട് കൂടിയ റിസൾട്ട് കൂടെ എല്ലാ ഡേറ്റയും കൂടെ ക്ലബ് ചെയ്ത് കിട്ടും. ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവാം, എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുന്നതാണ് യൂണിയൻ ഓൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എൻ ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ യൂണിക്ലി ഐഡന്റിഫൈ എ റോ ഇൻ എ ടേബിൾ? ഒരു ടേബിളിലെ റോനെ യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കാൻഡിഡേറ്റ് കീ ആണ്. കാൻഡിഡേറ്റ് കീ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ റോയിലെയും ഓരോ ടപ്പിളിനെയും അല്ലെങ്കിൽ ഒരു ടേബിളിലെ ഓരോ റോയെയോ അല്ലെങ്കിൽ ഒരു ടേബിളിലെ ഓരോ ടപ്പിളിനെയോ യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കാൻഡിഡേറ്റ് കീ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഈ ടേബിളിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ അവിടെ പ്രൈമറി കീ ഉണ്ട്, കാൻഡിഡേറ്റ് കീ ഉണ്ട്, സൂപ്പർ കീ ഉണ്ട്. ഇപ്പൊ സപ്പോസ് പ്രൈമറി കീ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പ്രൈമറി കീ ചൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ കീ എന്ന ആസ്പെക്ട്സിൽ നമുക്ക് ആകെ തന്നിരിക്കുന്ന കാൻഡിഡേറ്റ് കീ ആണ്. സോ വി ഗോ വിത്ത് കാൻഡിഡേറ്റ് കീ ആസ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾ എൻഷുർ ബോത്ത് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി ആൻഡ് ഫ്രീഡം ഫ്രം ഡെഡ്ലോക്ക്? ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണ്. ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് ആണ്. അതായത് നമുക്ക് ഒരു കൺകറൻസി, അതായത് ഒന്നിലധികം ട്രാൻസാക്ഷൻസ് സെയിം ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതായത് കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവാറുണ്ട്, ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ്. അതായത് ഓരോ ഓപ്പറേഷനും നമ്മൾ ഒരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഡർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ടൈമിനനുസരിച്ചിട്ടായിരിക്കും ആ ഓരോ ഓപ്പറേഷൻസും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കോൺഫ്ലിക്ട്സും അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഡെഡ് ലോക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡാഷ് ഈസ് എ സ്റ്റോർഡ് പ്രൊസീജിയർ ഇൻ ദ ഡേറ്റാബേസ് which is automatically invoked whenever a special event in the database occur? ഏതായിരിക്കും? ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ട്രിഗർ. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺയൂഷ്വൽ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രിഗർ എന്ന് പറയുന്ന ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. അതായത് ട്രിഗർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഡേറ്റാബേസിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പാവാം, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിലോട്ട് വാല്യൂ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാവാം, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിലോട്ടുള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പാവാം. അങ്ങനെ പല സിറ്റുവേഷൻസിൽ നമുക്ക് ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ഒരു അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ ടാക്കിൾ ചെയ്യാനുള്ള സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? ട്രിഗർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ആണ് ട്രിഗർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്പറേഷൻ എക്സ്ട്രാക്ട് സ്പെസിഫൈഡ് കോളം ഫ്രം എ ടേബിൾ? സ്പെസിഫൈഡ് കോളം ആണ് പറഞ്ഞേക്കുന്നത്. സെലക്ട് വഴി നമുക്ക് റോ ആണ് കിട്ടുന്നത്. അതായത് ആ റോയിലുള്ള കണ്ടന്റുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. നമുക്ക് സ്പെസിഫൈഡ് കോളം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? പ്രൊജക്ട് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്, പ്രൊജക്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. കൺസിഡർ എ സ്കീമ ആർ ഡബ്ല്യു എക്സ് വൈ ഇസഡ് വിത്ത് ഫങ്ഷണൽ ഡിപെൻഡൻസി രണ്ടെണ്ണം ഉണ്ട്. ദ ഡീകമ്പോസിഷൻ ഓഫ് ആർ ഇൻറ്റു R1 of W, X and R2 of Y, Z is.
ഓക്കെ, ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ആർ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. അതിനകത്ത് ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? W, X, Y, Z. ഈ ആർ എന്ന് പറയുന്ന ടേബിളിനെ നമ്മൾ രണ്ട് ടേബിൾ ആക്കി സ്പ്ലിറ്റ് ചെയ്തു. R1, R2. R1നകത്ത് ആരൊക്കെയാ ഉള്ളത്? W, X-ഉം. R2നകത്തോ വൈയും ഇസഡും അല്ലെ. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആണോ അതോ ലോസ്ലെസ് ജോയിൻ ആണോ അതോ ലോസി ജോയിൻ ആണോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ ആട്രിബ്യൂട്ടുകൾ എല്ലാം നമ്മൾ R1ന്റെ ആട്രിബ്യൂട്ടും ആട്രിബ്യൂട്ട് ഓഫ് R1 യൂണിയൻ ആട്രിബ്യൂട്ട് ഓഫ് R2 നമ്മൾ ചെയ്യുമ്പോ ആട്രിബ്യൂട്ട് ഓഫ് R1 ഈക്വൽ ടു ആട്രിബ്യൂട്ട് ഓഫ് R2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒറിജിനൽ ടേബിളിന്റെ ആട്രിബ്യൂട്ട് കിട്ടണം. ഓക്കെ, ആട്രിബ്യൂട്ട് ഓഫ് R കിട്ടണം. ഓക്കെ, ആട്രിബ്യൂട്ട് ഓഫ് R ആണോ നമുക്ക് ഇവിടെ കിട്ടുന്നത്? രണ്ടും കൂടെ യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് ആട്രിബ്യൂട്ട് ഓഫ് R കിട്ടി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. കാരണം നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? W, X, Y, Z എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ കണ്ടീഷൻ ചെയ്യുന്നത് ആട്രിബ്യൂട്ട് ഓഫ് R1 ഇന്റർസെക്ഷൻ ആട്രിബ്യൂട്ട് ഓഫ് R2 നമ്മൾ ചെയ്യുമ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ടും ചെയ്യുമ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇന്റർസെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഇവിടെ എം ടി ആയിട്ടാ വരുന്നത് അല്ലെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നൾ സെറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്, കോമൺ ആയിട്ടൊന്നുമില്ല അല്ലെ. ഓക്കെ, ഇനി ഇത് സെക്കൻഡ് കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? തേർഡ് കണ്ടീഷൻ പറയുന്നത് രണ്ടിന്റെയും ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോമൺ ആട്രിബ്യൂട്ട് ഉണ്ട് എങ്കിൽ ആ കോമൺ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വെച്ചിട്ടായിരിക്കണം നമ്മളുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ആക്ച്വലി നമുക്ക് ഇവിടെ കോമൺ ആയിട്ടൊന്നും വന്നിട്ടില്ല അല്ലെ. കോമൺ ആയിട്ട് ഇത് നൾ സെറ്റ് ആ വന്നേക്കുന്നത്, കോമൺ ആയിട്ടൊന്നും വന്നില്ല. ഇവിടെ നൾ സെറ്റ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ പറയാണ് ഇവിടെ ലോസ്ലെസ് ജോയിൻ എന്നുള്ളത് നടന്നിട്ടില്ല. ഓക്കെ, ഇവിടെ ലോസി ജോയിൻ ആണ് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇത് നോട്ട് ലോസ്ലെസ് ജോയിൻ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നോട്ട് ലോസ്ലെസ് ജോയിൻ വന്നത്? മൂന്ന് കണ്ടീഷനിൽ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ഫെയിൽ ആയി. കാരണം രണ്ട് ആട്രിബ്യൂട്ടുകൾ തമ്മിൽ, രണ്ട് റിലേഷന്റെയും ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ കോമൺ ആട്രിബ്യൂട്ട് വേണമായിരുന്നു. ഇവിടെ കോമൺ ആട്രിബ്യൂട്ട് കിട്ടിയോ? നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്തായി? ലോസി ജോയിൻ ആണെന്ന് മനസ്സിലായി. മാത്രമല്ല ഇതിന്റെ ഡിപ്പെൻഡൻസി നോക്കുമ്പോൾ ഡിപ്പെൻഡൻസി അത് പ്രിസർവിംഗ് ആണ്. കാരണം എന്താണ് ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? നമുക്ക് രണ്ട് ഡിപ്പെൻഡൻസിയാണ് തന്നേക്കുന്നത്. W ഗീവ്സ് എക്സും Y ഗീവ്സ് ഇസഡും. അത് നോക്കിക്കേ, ഇവിടെ W ഗീവ്സ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇവിടെ Y ഗീവ്സ് ഇസഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഡിപ്പെൻഡൻസി പ്രിസർവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ലോസി ജോയിൻ ആണ് നടന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ എയിലോട്ട് പോയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ഫോൾസ് ഇൻ ER ആൻഡ് റിലേഷണൽ മോഡൽ? ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് നോക്കാം. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ആൻ ആട്രിബ്യൂട്ട് ഓഫ് എൻ എൻറ്റിറ്റി ക്യാൻ ഹാവ് മോർ ദാൻ വൺ വാല്യൂ അല്ലെ. ഒരു എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടിന് മോർ ദാൻ വൺ വാല്യൂ വരാനായിട്ട് പറ്റും. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ആൻ ആട്രിബ്യൂട്ട് ഓഫ് എൻ എൻറ്റിറ്റി ക്യാൻ ബി കോമ്പോസിറ്റ്. യെസ്, അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അഡ്രസ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം കോമ്പോസിറ്റ് വാല്യൂ ആണ് അവിടെ വരുന്നത് അല്ലെ. അഡ്രസ് എന്ന് പറയുമ്പോൾ വീട്ടുപേരും സ്ഥലത്തിന്റെ പേരും പിൻ നമ്പറും എല്ലാം കൂടെ വരും അല്ലെ. അപ്പൊ അതൊരു കോമ്പോസിറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത്, ഇൻ എ റോ ഓഫ് എ റിലേഷണൽ ടേബിൾ an attribute can have exactly one or a null value. അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരു റിലേഷണൽ ടേബിളിൽ
ഒരു ടപ്പിളില് ഒരു ആട്രിബ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ അവിടെ ഒരു സിംഗിൾ വാല്യൂ ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവണം, നൾ വാല്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്? ഇൻ എ റോ ഓഫ് റിലേഷണൽ ടേബിൾ വിച്ച് ഈസ് ഇൻ ഫസ്റ്റ് നോർമൽ ഫോം an attribute can have more than one value. ഓക്കെ, ഒരിക്കലും മൾട്ടിപ്പിൾ വാല്യൂ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് നോർമൽ ഫോം, അല്ലെ? അപ്പൊ ഫസ്റ്റ് നോർമൽ ഫോമിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there should not have any multiple value for an attribute. ഓക്കെ, മൾട്ടിപ്പിൾ വാല്യൂ പാടില്ല. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്തോളൂ, ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഈ സീരിയലൈസബിളിന് നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്തെഴുതുവാണേ. S2 രണ്ട് സീരിയൽ ഷെഡ്യൂളുകളാണുള്ളത്. അതിൽ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? R1 of X, then R2 of X, then R1 of Y, then R2 of Y, W2 of Y, W1 of X. ഓക്കെ, ഇനി S2 എന്ന് പറയുന്ന ഷെഡ്യൂളർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അവിടെ R1 of X, സോറി കേട്ടോ, ഇങ്ങനെയല്ല, ഒരു മിനിറ്റ്, ഇത് തെറ്റിപ്പോയി. സോറി, ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, S1 എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ട്, അല്ലെ? S1-നകത്ത് രണ്ട് ട്രാൻസാക്ഷൻ ഉള്ളത്, R1ഉം R2. അതായത് T1ഉം T2ഉം രണ്ട് ട്രാൻസാക്ഷൻ ആണ് S1 എന്ന് പറയുന്ന ഷെഡ്യൂളിനകത്തുള്ളത്. എന്തൊക്കെയാണുള്ളത്? R1 of X റീഡ് ചെയ്യുന്നു, അതിനുശേഷം R2 of X റീഡ് ചെയ്യുന്നു, അതിനുശേഷം R1 of Y നടക്കുന്നു, അതിനുശേഷം R2 of Y നടക്കുന്നു, അതിനുശേഷം W2 of Y നടക്കുന്നു. W2 of Y ഇവിടെയാണ്. W2 of Y നടക്കുന്നു. ആറും ഇതൊക്കെ പറഞ്ഞ റീഡും റൈറ്റും ആണേ. അതിനുശേഷം W1 of X നടക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ സീരീസ് S1 എന്ന് പറയുന്ന ഒരു ഷെഡ്യൂള്, അല്ലെ? S1 എന്ന് പറയുന്ന ഷെഡ്യൂളാണ് ഈ തന്നേക്കുന്നത്. ഇനി ഇതിനകത്ത് 3 ഓപ്പറേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. റീഡ് റൈറ്റ്, റൈറ്റ് റീഡ്, റീഡ് റൈറ്റ്, റൈറ്റ് റീഡ്, റൈറ്റ് റൈറ്റ്, ഈ 3 ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടോ നോക്കണം. നോക്കിക്കേ, സെയിം വേരിയബിളിലെ നോക്കിക്കേ, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെ? അതായത് Y റീഡ് ചെയ്യുന്നു, Y ഇവിടെ റീഡ് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. ഇവിടെ അതുപോലെ തന്നെ X റീഡ് ചെയ്യുന്നു, പിന്നെ അതിനുശേഷം ഇവിടെ റൈറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുന്നതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് T1 എന്ന് പറയുന്ന ഒരു T1 T2 വെച്ച് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എവിടെയൊക്കെ വരുന്നു എന്ന് നമ്മൾ നോക്കുക. ഇങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗ്രാഫിൽ ഒരു എഡ്ജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഇവിടെ നോക്കിക്കേ, R1 of Y യിൽ നിന്ന് Y, അതായത് Y
ട്രാൻസാക്ഷൻ 1 വൈ റീഡ് ചെയ്തു. അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാൻസാക്ഷൻ 2 വൈനെ റൈറ്റ് ചെയ്തു. അപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? T1 നിന്ന് T2 അടുത്ത എങ്ങോട്ടാ പോകുന്നത്? T2 നിന്ന് T1 അല്ലെ? കാരണം എന്താ? എക്സിനെ ഇവിടെ റീഡ് ചെയ്തു, ആ എക്സിനെ ഇവിടെ റൈറ്റ് ചെയ്തു. അപ്പൊ T2 ആണ് ആദ്യം ഇനിഷ്യേറ്റ് എടുത്തത് എക്സിക്യൂഷന്റെ. അപ്പൊ T2 നിന്ന് T1 അപ്പൊ ഇങ്ങനെ നമ്മൾ ഇവിടെ വരച്ചു കഴിയുമ്പോൾ ഇവിടെ സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ടോ? എസ്, സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി ഇവിടെ ഇല്ല. ഓക്കെ, നോ കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഗ്രാഫ് വെച്ചാണ് നമ്മൾ ഇത് വരച്ചെടുക്കേണ്ടത്. ഓക്കെ, അതായത് ഇത് ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഞാൻ S2-ന്റെതും കൂടെ ഞാൻ വരച്ച് കാണിക്കുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ നമ്മൾ S1-ന്റെയാ വരച്ചത് അല്ലെ? അപ്പൊ S2-ന്റെ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? S2 എന്ന് പറയുന്ന ഒരു സീരിയൽ ഷെഡ്യൂളില് T1 ഉണ്ട്, T2 ഉണ്ട്. നമുക്ക് S2 കൂടെ നോക്കണം അല്ലെ? അപ്പൊ നോക്കി കഴിയുമ്പോ T1-നകത്ത് എന്താ? R1 ഓഫ് X നടന്നു, ഇവിടെ R2 ഓഫ് X നടന്നു, ഇവിടെ R2 ഓഫ് Y നടന്നു, ഇവിടെ W2 ഓഫ് Y നടന്നു, ഇവിടെ R1 ഓഫ് Y നടന്നു, ഇവിടെ W1 ഓഫ് X നടന്നു. അപ്പം ഇതിൽ നോക്കിക്കേ, T1 T2 എന്ന് പറയുന്ന രണ്ട് നോഡുകൾ വരച്ചു. കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടോ നോക്കിക്കേ. നോക്കിക്കേ, ഇതൊരു കോൺഫ്ലിക്റ്റിംഗ്. റീഡ് ചെയ്തതിന് ശേഷം റൈറ്റ് ചെയ്തു. അതായത് ഈ പറഞ്ഞ മൂന്നെണ്ണമാണ് കോൺഫ്ലിക്റ്റ് ആക്കുന്ന ഓപ്പറേഷൻസ്. ഈ മൂന്ന് ഓപ്പറേഷൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണ്ടേ. അപ്പം വൈനെ റീഡ് ചെയ്തപ്പോ തന്നെ വൈനെ ഇവിടെ റൈറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. T2 നിന്ന് T1 അടുത്തത് നോക്കിക്കേ, ഇവിടെ എക്സ് റീഡ് ചെയ്തു, അപ്പൊ തന്നെ ഇവിടെ റൈറ്റ് ചെയ്തു അല്ലെ? അപ്പൊ അതും T1 നിന്ന് T2 ഇവിടെ സൈക്കിൾ ഉണ്ടോ? സൈക്കിൾ നോ അല്ലെ? അപ്പൊ കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി എന്താണ്? എസ് ആണ്. അപ്പം ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, ഓൺലി S2 ഈസ് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following is true? Every relation is in 3NF is in BC. Is 3NF is in BCNF? ആ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തേ.
ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിച്ച് തന്നെ വായിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ വായിക്കുന്നതിലുള്ള പ്രശ്നമാണ് വരുന്നത്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, എവരി റിലേഷൻ ഈസ് ഇൻ 3NF ഈസ് ഇൻ BCNF. അതായത് നമ്മൾ പറയുമ്പോൾ ഇത് ഫസ്റ്റ് നോർമൽ ഫോം ആണ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് നോർമൽ ഫോം ആണ്. ഫസ്റ്റ് നോർമൽ ഫോമിൽ അത് കഴിഞ്ഞിട്ട് ഓക്കെ ശ്രദ്ധിക്കുക, എവരി റിലേഷൻ ഈസ് ഇൻ 3NF ഈസ് ഇൻ BCNF. അതായത് ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, അതിനുശേഷമാണ് BCNF വരുന്നത്. ഓക്കെ, BCNFിൽ നിൽക്കുന്ന റിലേഷൻസ് എല്ലാം നമുക്ക് പറയാം 3NF ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ എവരി റിലേഷൻ ഈസ് 3NF ഈസ് ഇൻ BCNF. അതായത് 3NFിൽ നിൽക്കുന്നതെല്ലാം BCNFിൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ഹൈറാർക്കി ഇങ്ങനെയാ പോകുന്നത്. ഓക്കെ, 3NF ആണ്. ഓക്കെ, 3NF ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10 റിലേഷൻ ഉണ്ട് 3NFിൽ. ആ 10ഉം BCNF ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ BCNFിൽ ഒരു 10 റിലേഷൻ ഉണ്ട്. നമുക്ക് പറയാൻ പറ്റും അത് BCNFിലും ആണ് 3NFിലും ആണ്. കാരണം എന്താ, 3NF സാറ്റിസ്ഫൈ ചെയ്തിട്ടേ അത് BCNFിലോട്ട് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് എന്താ, ലോസ്ലെസ് ഡിപെൻഡൻസി പ്രിസർവിംഗ് ഡീകമ്പോസിഷൻ ഇൻടു BCNF ഈസ് ഓൾവേസ് പോസിബിൾ. അതായത് ഡിപെൻഡൻസി പ്രിസർവിങ് ലോസ്ലെസ് ആയിട്ട് എപ്പോഴും BCNFിൽ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിപെൻഡൻസി പ്രിസർവും ചെയ്യാൻ പറ്റും, ലോസ്ലെസ്സും ആയിരിക്കും എപ്പോഴും എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും എപ്പോഴും അത് ആ കണ്ടീഷൻ നടക്കണം എന്നില്ല. ഓക്കെ, എപ്പോഴും ലോസ്ലെസ് തന്നെ ആവണം എന്നില്ല. ഓക്കെ, അപ്പൊ അതും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, എ റിലേഷൻ വിത്ത് 2 ആട്രിബ്യൂട്ട് ഇസ് ഇൻ BCNF. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നിങ്ങളുടെ റിലേഷനിൽ 2 ആട്രിബ്യൂട്ടേ ഉള്ളൂവെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, BCNFിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ടേബിളിൽ എല്ലാ ആട്രിബ്യൂട്ടും പ്രൈം ആട്രിബ്യൂട്ട് ആണെങ്കിലും അത് ഏത് റിലേഷനിലായിരിക്കും, BCNFിലായിരിക്കും. നോ റിലേഷൻ ക്യാൻ ബി ഇൻ ബോത്ത് BCNF ആൻഡ് 3NF. ഒരു റിലേഷനും BCNFിലും 3NFിലും ഒന്നിച്ചു വരാൻ പാടില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അതൊരിക്കലും പറ്റില്ല. അതായത് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞല്ലോ 10 റിലേഷൻ BCNFിൽ ഉണ്ടെങ്കിൽ ആ 10 റിലേഷനും എന്തും കൂടെ ആയിരിക്കും, 3NFിലും കൂടെ ആയിരിക്കും. അതുകൊണ്ട് ഇതും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇത് നോ ഇല്ലായിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നു. റിലേഷൻ ക്യാൻ ബി ഇൻ ബോത്ത് BCNF ആൻഡ് 3NF. രണ്ടിലും വരാം അല്ലെ, രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത കണ്ടീഷൻസും ഉണ്ട്. ഓക്കെ, എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. നമ്പർ ഓഫ് ടപ്പിൾ ഇൻ എ റിലേഷൻ ഈസ് റെഫേഴ്സ് ടു ആസ്. ഒരു റിലേഷനിലെ നമ്പർ ഓഫ് ടപ്പിൾസ്, എത്ര ടപ്പിൾ ഉണ്ട്, അതിന് നമ്മളൊരു ടേം സ്പെസിഫൈ ചെയ്യും. എന്താണ് ആ ടേം? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, കാർഡിനാലിറ്റി. ഓക്കെ, നമ്പർ ഓഫ് ടപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ആസിഡ് പ്രോപ്പർട്ടീസ് ഇൻ ഡേറ്റാബേസ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഡേറ്റാബേസ് ട്രാൻസാക്ഷനിലെ നമ്മൾ ആസിഡ് പ്രോപ്പർട്ടി എന്ന് പറയും. ആസിഡ് പ്രോപ്പർട്ടിയിൽ ഉൾക്കൊള്ളാത്ത ടേം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓപ്ഷൻ സി, ഇന്റർഡിപെൻഡൻസ് അല്ലെ, അങ്ങനെ ഒരു ടേം ഐ കൊണ്ട് മീൻ ചെയ്യുന്നില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. എ അറ്റോമിസിറ്റി ആണ്, സി കൺസിസ്റ്റൻസി ആണ്, ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസൊലേഷൻ ആണ്. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് ആൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഇൻ SQL. SQL അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് എന്താണ്? ഓപ്ഷൻ ഡി അഗെയിൻ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആഡ് എന്ന് പറയുന്ന ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഇല്ല. ആവറേജ് ഉണ്ട്, മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്, കൗണ്ട് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ആഡ് എന്ന് പറയുന്ന ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ ഡേറ്റ ലിങ്ക് ലെയർ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട്ട് കയറി ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി അല്ലാത്തത് ഏതാണ്?
പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ആണോ? ഓക്കെ, ശ്രദ്ധിക്കുക, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. റൂട്ടിംഗ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ആണ്. നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത് നോട്ട് എ ഫംഗ്ഷനാലിറ്റി എന്നാണ്. ഫ്ലോ കൺട്രോളോ ഫ്രെയിമിംഗ് എറർ കൺട്രോൾ ദീസ് ആർ ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു transmit an uncompressed image that is 4000 into 3000 pixel with 3 bytes per second over 100 megabits per Ethernet? ആൻസർ കമന്റ് ചെയ്തോളൂ. പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ലോങ് ഡസ് ഇറ്റ് ട്രാൻസ്മിഷൻ ടൈം ആണ്. ട്രാൻസ്മിഷൻ ടൈം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ മെസ്സേജിന്റെ സൈസ് ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. മെസ്സേജിന്റെ സൈസ് എത്രയാണ്? 4000 ഇൻറ്റു 3000 ഇൻറ്റു 3 ഇൻറ്റു 8 വരും. കാരണം എന്താണ്? 3 ബൈറ്റ്സ് പെർ പിക്സലാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു പിക്സലിനകത്ത് 3 ബൈറ്റ്സ് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ 3 ഇൻറ്റു 8 വരും ബൈറ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. 10�6 വരും മെഗാബിറ്റ്സ് എന്ന് പറയും. അപ്പൊ ബിറ്റ്സ് പെർ സെക്കൻഡിലോട്ട് മാറി. അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ്, ഇതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? ഓക്കെ, ഒന്ന് കാൽക്കുലേറ്റർ എടുത്തൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. $4,000 ഇൻറ്റു 3000 ഇൻറ്റു 3 ഇൻറ്റു 8 അല്ലേ, ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1000 എത്ര വരുന്നത്? 2.88 അല്ലേ.
അപ്പൊ 2.88 സെക്കൻഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിരുന്നോ? അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ നോക്കിക്കേങ്കി. വാട്ട് ഈസ് ദ മാക്സിമം ബിറ്റ് റേറ്റ് പോസിബിൾ? പെട്ടെന്ന് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു നോയ്സ്ലെസ് ചാനലില് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 2 into bandwidth into log 2 to the base level. 2 into bandwidth എത്രയാണ്? 2500 into log 2 to the base level 4. ലെവൽ എത്രയാ? 4 അല്ലേ തന്നേക്കുന്നത്? 4 സിഗ്നൽ ലെവൽ. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? ക്യാൻ ബി റീറൈറ്റ് ആസ് 50. ഓക്കെ, 5000 into 2, that is 10,000 അല്ലേ? We can written as 10 kbps. ക്ലിയർ ആണോ? ആ ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. നോയ്സ്ലെസ് ചാനലിലെ ബിറ്റ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ പെട്ടെന്ന്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ ടോക്കൺ ബസ്? ടോക്കൺ ബസിന്റെ സ്റ്റാൻഡേർഡ് ഏതാ? പെട്ടെന്ന് കമന്റ് ചെയ്തേ.
Okay, option D is the right answer. Option D is the right answer. ടോക്കൺ ബസ് എന്ന് പറയുമ്പോൾ IEEE 802.4 ആണ്. ഓക്കെ, IEEE 802.4 ആണ്. IEEE എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പോ IEEE 802.11 എന്താണ്? IEEE 802.11 എന്ന് പറഞ്ഞാൽ ഓക്കെ, IEEE 802.11 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്? നമ്മളുടെ വയർലെസ് നെറ്റ്വർക്ക് വരുന്നതാണ് IEEE 802.11 അല്ലെ? IEEE 802.4 ഏതായിരുന്നു? ടോക്കൺ ബസ്. IEEE 802.2 എന്താണ്? സോറി, 802.3 എന്താണ്? ബസ് ആണ് അല്ലെ? 802.3 എന്ന് പറഞ്ഞാല് ബസ്. നമ്മളുടെ ഈതർനെറ്റ് ആണ് വരുന്നത്. ഈതർനെറ്റിന്റെ ബസ് കൺസെപ്റ്റിൽ വരുന്നതാണ് IEEE 802.3 എന്ന് പറയുന്നത്. IEEE 802.5 എന്താണ്? ടോക്കൺ റിംഗ് ആണ്. IEEE 802.4 എന്ന് പറയുമ്പോൾ ടോക്കൺ ബസ്സും ടോക്കൺ റിംഗ് വരുന്നത് 802.5 ആണ്. വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സ്ലോ കൺവേർജൻസ് പ്രോബ്ലം ഒക്കർ ഇൻ ഏതിലാണ് സ്ലോ കൺവേർജൻസ് പ്രോബ്ലം ഒക്കർ ചെയ്യുന്നത്? സ്ലോ കൺവേർജൻസ് പ്രോബ്ലം ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്? റിപ്പിലാണ് സ്ലോ കൺവേർജൻസ് പ്രോബ്ലം ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, റിപ്പിലാണ് സ്ലോ കൺവേർജൻസ് പ്രോബ്ലം ഒക്കർ ചെയ്യുന്നത്. റൂട്ടിംഗ് ഇൻഫോർമേഷൻ പ്രോട്ടോകോൾ ഇതെന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതം ആണ്. OSPF എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഷോർട്ടസ്റ്റ് പാത്ത്. ഇത് ഒരു ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതം ആണ്. CSMA എന്ന് പറഞ്ഞാൽ കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് മീഡിയം ഷെയറിംഗിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ. ഓക്കെ, അപ്പൊ സ്ലോ കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റയർ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി സമയം എടുക്കും. ഓക്കെ, ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി സമയം എടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സ്ലോ കൺവേർജൻസ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡാഷ് ഈസ് എ കണക്ഷൻ ഓറിയന്റഡ് റിലയബിൾ പ്രോട്ടോകോൾ. ഏതാണ് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റിലയബിൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് TCP. ഓക്കെ, TCP ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് കണക്ഷൻ ഓറിയന്റഡ് റിലയബിൾ ആയിട്ടുള്ളത് TCP ആണ്. UDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ലെസ് ആണ്, അൺറിലയബിൾ ആണ്. IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ICMP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ആണ് ICMP. അടുത്ത ക്വസ്റ്റ്യൻ. DNS ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഡൊമൈൻ നെയിം ഇൻടു ഡാഷ്. DNS എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്?
ഓക്കെ, DNS എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സിയിൽ നമുക്കറിയാം ഡൊമൈൻ നെയിമിൽ നിന്ന് IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്. ഡൊമൈൻ നെയിം ടു IP അഡ്രസ് കൺവേർഷൻ നമുക്ക് പോസിബിൾ ആക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സെർവർ ആണ് ഡൊമൈൻ നെയിമിൽ നിന്ന് IP അഡ്രസ്സിലോട്ട് കൺവേർഷൻ പോസിബിൾ ആക്കുന്നത്. അതായത് www.google.com എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിന്റെ IP അഡ്രസ് ആയിട്ടുള്ളത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? DNS സെർവർ ആണ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ പോർട്ട് നമ്പർ ഓഫ് SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫറിന്റെ പ്രോട്ടോകോളിന്റെ പോർട്ട് നമ്പർ എത്രയാണ്? SMTPയുടെ പോർട്ട് നമ്പർ എത്രയാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 25 റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻ RSA ക്രിപ്റ്റോ സിസ്റ്റം ദ സെൻഡർ യൂസസ് ടു പ്രൈം നമ്പർ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇതിന്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രോബ്ലം? അതിന്റെ ആൻസർ ആണോ ഓപ്ഷൻ ഡി തന്നേക്കുന്ന ചിന്നു ആൻഡ് അനു? ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് ചെയ്തു നോക്കാം. ഇത് നമ്മുടെ ക്രിപ്റ്റോഗ്രഫിയിലോട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കാം. P = 3 എന്ന് തന്നിട്ടുണ്ട്, Q = 11 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് N = P × Q. എത്ര വരും? 33 വരും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് phi of n കണ്ടുപിടിക്കണം. എങ്ങനെയാണ് phi of n കണ്ടുപിടിക്കുന്നത്? P - 1 × Q - 1. എങ്ങനെയാണ് P - 1 × Q - 1? 2 × 10 = 20. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പബ്ലിക് കീ 7 ആണെന്ന്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൈവറ്റ് കീ ആണ്. ഓക്കെ, പ്രൈവറ്റ് കീ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, നമുക്കുള്ളൊരു ഇക്വേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് E × D mod phi of n = 1. ഇതൊരു ഇക്വേഷൻ ആണ്. ഇതില് E എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് നമ്മളുടെ പബ്ലിക് കീ. D നമുക്ക് തന്നിട്ടില്ല, പ്രൈവറ്റ് കീ നമുക്ക് തന്നിട്ടില്ല. സോ × D mod phi of n എന്ന് പറഞ്ഞാൽ എന്താണ്? mod 20 = 1. ഓക്കെ, ഇതിനെ നമുക്ക്, ഞാൻ ഇത് താഴോട്ട് എഴുതുവാണേ. അപ്പൊ നമുക്ക് എഴുതാം 7D mod 20 = 1 അല്ലെ? നമുക്ക് അതിനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം. സോ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് വെച്ചിട്ട് 7 × D which is equal to 20 × 1 + 1 എന്നുള്ളതിലോട്ട് മാറും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് D കാൽക്കുലേറ്റ് ചെയ്യണം. D = 21 / 7 which is equal to 3. സോ ദ റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇത് മോഡ് 20 കൊടുത്തിട്ട് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ മാറ്റം വന്നതെന്നൊരു കൺഫ്യൂഷൻ വരും. അത് നമ്മൾ ഇത് കുറച്ച് മാത്തമാറ്റിക്കൽ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ഓരോ തിയറവും ഓരോ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡാഷ് ഇസ് എ നെറ്റ്വർക്ക് ഓതന്റിക്കേഷൻ പ്രോട്ടോകോൾ. ഏതാണ് നെറ്റ്വർക്ക് ഓതന്റിക്കേഷൻ പ്രോട്ടോകോൾ? കെർബറോസ് എന്നുള്ളതാണ് നെറ്റ്വർക്ക് ഓതന്റിക്കേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, കെർബറോസ് ആണ് നെറ്റ്വർക്ക് ഓതന്റിക്കേഷൻ പ്രോട്ടോകോൾ. ഓപ്ഷൻ എ, ബി. ഇനി RSA എന്ന് പറയുന്നത് ഒരു പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റം ആണ്. പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റം ആണ് RSA. DES എന്ന് പറഞ്ഞാൽ ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്, അത് ഒരു പ്രൈവറ്റ് ക്രിപ്റ്റോ സിസ്റ്റം ആണ്. DHCP എന്ന് പറഞ്ഞാല് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഇത് നമ്മൾ IP അഡ്രസ് ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് DHCP. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ RMA the process of passing parameters to remote method from client to server and vice versa is called. ക്ലയന്റിൽ നിന്ന് റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷനിൽ ക്ലയന്റിൽ നിന്ന് സെർവറിലോട്ടും തിരിച്ച് സെർവറിൽ നിന്ന് ക്ലയന്റിലോട്ടും പാരാമീറ്ററിനെ പാസ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരെന്താണെന്ന്? എന്തായിരിക്കും അതിന്റെ പേര്? ഇൻ RMA സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തോളൂ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഇസ് മാർഷാലിംഗ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മാർഷാലിംഗ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മാർഷാലിംഗ് ആൻഡ് അൺമാർഷാലിംഗ്, അതായത് ക്ലയന്റിൽ നിന്ന് പാരാമീറ്റേഴ്സ് സെർവറിലോട്ട് കൊടുക്കുന്നതും സെർവറിൽ നിന്ന് തിരിച്ച് പാരാമീറ്റേഴ്സ് ക്ലയന്റിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മാർഷാലിംഗ് ആൻഡ് അൺമാർഷാലിംഗ്. ഓക്കെ, UDDI സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് UDDI എന്ന് പറഞ്ഞാല്? UDDIയുടെ ഫുൾ ഫോം യൂണിവേഴ്സൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്കവറി ആൻഡ് ഇന്റഗ്രേഷൻ എന്നുള്ളതാണ് UDDIയുടെ ഫുൾ ഫോം. ഓക്കെ, അതൊരു പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ജസ്റ്റ് അത്രയും മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകെ. ഇൻ എ HTTP കണക്ഷൻ, in a dash HTTP connection, a single TCP connection is used to send and receive multiple HTTP requests and response. പെട്ടെന്ന് കമന്റ് ചെയ്തേ. നമുക്കിനി ഒരു ഓൾമോസ്റ്റ് ഒരു 10-11 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ആണ്. ശ്രദ്ധിക്കുക, HTTP എന്ന് പറയുന്നത് പെർസിസ്റ്റന്റും ആവാം നോൺ പെർസിസ്റ്റന്റും ആവാം. പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആ TCP കണക്ഷനിലൂടെ ആയിരിക്കും ആ വെബ് പേജിലെ ഇമേജ് ലോഡ് ആവുന്നതും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതും ആ വെബ് പേജുമായിട്ടുള്ള എല്ലാ ഇന്ററാക്ഷൻസും നമ്മൾ നടത്തുന്നത് ആ ഒരു സിംഗിൾ TCP കണക്ഷൻ വഴിയായിരിക്കും. എന്നാൽ നോൺ പെർസിസ്റ്റന്റിനകത്ത് നമ്മൾ ഓരോ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വെബ്സൈറ്റിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സെപ്പറേറ്റ് TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ആണ് നോൺ പെർസിസ്റ്റന്റ്. അടുത്ത നോക്കിക്കേ, ദ എൻക്രിപ്ഷൻ പ്രോട്ടോകോൾ യൂസ്ഡ് ബൈ ദ HTTPS ഫോളോ ചെയ്യുന്ന എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കമന്റ് ചെയ്തേ.
റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, TLS, ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോഗ്രഫി, നമ്മുടെ ക്രിപ്റ്റോഗ്രഫി കൺസെപ്റ്റ് ഉണ്ടല്ലോ സെക്യൂരിറ്റി, അത് വെബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. ഈ ഒരു പ്രോട്ടോകോൾ വഴി ക്രിപ്റ്റോഗ്രഫി കൺസെപ്റ്റും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും നമ്മൾ രണ്ടും ഒരേ രീതിയിൽ നെറ്റ്വർക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ ഒരു നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ അത് നെറ്റ്വർക്കിലൂടെയാണല്ലോ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ നമ്മളുടെ സെക്യൂർ ആക്കാൻ വേണ്ടി, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്കിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ ക്രിപ്റ്റോഗ്രഫി കൺസെപ്റ്റുകളും യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നതാണ് സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടോകോൾ. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി ആണ്. TLS എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്തത് നമ്മളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലോട്ട് മാറി. ഇനി നമുക്ക് ഒരു 10 ക്വസ്റ്റ്യനും കൂടി ഉള്ളു ചെയ്യാനായിട്ട്. നോക്കിക്കോളൂ. ദ ഡാഷ് ഈസ് എൻ എവല്യൂഷണറി സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ ദാറ്റ് couples the iterative nature of the prototyping with the controlled and systematic aspects of the waterfall model. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ആണ്. അനു, ഓപ്ഷൻ എ ഇതിന്റെ ആണോ തന്നേക്കുന്നത്? സ്പൈറൽ മോഡൽ എന്നുള്ളതാണോ ഓപ്ഷൻ എ തന്നേക്കുന്നത്? യാ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അതായത് സ്പൈറൽ മോഡൽ ഈസ് an evolutionary software process model that couples the iterative nature of the prototyping with the controlled and systematic aspects of the waterfall model. ഓക്കെ, അപ്പൊ ഈ സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വാട്ടർഫോൾ മോഡലിന്റെയും അതുപോലെ തന്നെ ഐറ്ററേറ്റീവ് നേച്ചറും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡലാണ് സ്പൈറൽ മോഡൽ എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. In the context of an integration test strategy, dash is the re-execution of some subset of tests that have already been conducted to ensure that change have not propagated unintended side effects. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റിഗ്രഷൻ ടെസ്റ്റ് ആണ്. അതായത് ഓരോ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ടും ആ ചേഞ്ചസ് മൂലം ഒരു സൈഡ് എഫക്ട്സും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് റിഗ്രഷൻ ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് പലതരത്തിലുള്ള ടെസ്റ്റിംഗ് ഉണ്ട്. സ്മോക്ക് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ സ്ട്രെസ് ടെസ്റ്റിംഗ്, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും പേര് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അതിന്റെ മീനിങ്ങും കൺസെപ്റ്റും ഒന്ന് മനസ്സിലാക്കി പോവുക. റിഗ്രഷൻ ടെസ്റ്റിംഗ് ആണ് ഇതിന്റെ ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഡാഷ് മോഡൽ ഇൻഡിക്കേറ്റ് ഹൗ സോഫ്റ്റ്വെയർ വിൽ റെസ്പോൺസ് ദ എക്സ്റ്റേണൽ ഇവന്റ് ഓർ സ്റ്റിമുലൈ. ഏത് മോഡലാണ് എക്സ്റ്റേണൽ ഇവന്റ്സിനും സ്റ്റിമുലൈക്കും റെസ്പോൺസ് കൊടുക്കുന്നത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബിഹേവിയർ ആണ്. ഓക്കെ, ബിഹേവിയർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ബിഹേവിയറൽ മോഡൽ ഇൻഡിക്കേറ്റ് ഹൗ ദ സോഫ്റ്റ്വെയർ വിൽ റെസ്പോൺസ് ദ എക്സ്റ്റേണൽ ഇവന്റ് ഓർ സ്റ്റിമുലേഷൻ. ഓക്കെ, അപ്പം ഓരോ ബിഹേവിയറിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഇവന്റുകൾ നടക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരു ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് ബിഹേവിയറൽ മോഡൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Dash is a system whose operation is degraded if results are not produced according to the specific timing requirement. ടൈമിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും?
ടൈമിങ്ങിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഡാഷ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റം. എന്താണ് സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിള്? ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇൻസുലിൻ പമ്പ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പൊക്കോളൂ. ഡിസ്ക് ഡ്രിവൺ സ്പെസിഫിക്കേഷൻ ഇസ് എൻ അപ്രോച്ച് ദാറ്റ് ഹാസ് ബീൻ വൈഡ്ലി യൂസ്ഡ് ബൈ ഡാഷ് ഡെവലപ്പേഴ്സ്. റിസ്ക് ഡ്രിവൺ സ്പെസിഫിക്കേഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്രിട്ടിക്കൽ സിസ്റ്റം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഫീച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ ദാറ്റ് എനേബിൾ കോഡ് റീയൂസബിലിറ്റി ഈസ്. കോഡ് റീയൂസബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? ഏത് ഫീച്ചർ ആണ്? ഒബ്ജക്റ്റ് ഓറിയന്റഡിന്റെ ഏത് ഫീച്ചർ ആണ് കോഡ് റീയൂസബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഇൻഹെറിറ്റൻസ് ആണ് അല്ലെ. നമുക്കറിയാം എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയുന്നത് ഓപ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. അതിൽ കോഡ് റീയൂസബിലിറ്റി, ഇൻഹെറിറ്റൻസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. UML സ്റ്റാൻഡ്സ് ഫോർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? UMLന്റെ ഫുൾ ഫോം എന്താണ്? UML എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അതായത് നമ്മളുടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ പ്രൊസീജിയറുകൾ അതിന്റെ എല്ലാം ഒരു വിഷ്വലി നമ്മൾക്ക് അതിന്റെ ഡിസൈനിങ്ങും പ്രൊസീജിയറും എല്ലാം വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് UML, ദാറ്റ് ഈസ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ലാസ്റ്റ് അല്ല, തേർഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡാഷ് ആർ യൂസ്ഡ് ടു മോഡൽ എ സിസ്റ്റംസ് ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഇവന്റ്. ഇന്റേണൽ എക്സ്റ്റേണൽ ഇവന്റുകൾക്ക് അനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിന്റെ ബിഹേവിയർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡലിംഗ് ഏതാണ്? ഓപ്ഷൻ ബി, സ്റ്റേറ്റ് ഡയഗ്രാം ആണ്. സ്റ്റേറ്റ് ഡയഗ്രാം ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി, സ്റ്റേറ്റ് ഡയഗ്രാം. ഓക്കെ, യൂസ് കേസ് ഡയഗ്രാം ഉണ്ട്, സ്റ്റേറ്റ് ഡയഗ്രാം ഉണ്ട്, ആക്ടിവിറ്റി ഡയഗ്രാം ഉണ്ട്, ടൈമിംഗ് ഡയഗ്രാം ഉണ്ട്. അപ്പം ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വിതിൻ എ സിസ്റ്റം അതിനുള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്. ഓരോ യൂസ് കേസിലും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ഓരോ യൂസ് കേസുകൾ വരുന്നുണ്ട്, അതിനനുസരിച്ചാണ്. ടൈമിംഗ് ഡയഗ്രത്തിനകത്ത് ഓരോ ടൈം ഇന്റർവെൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ SRS ഡോക്യുമെന്റ് ഈസ് ഓഫൻ ടേംഡ് ആസ്. എന്താണ് SRS ഡോക്യുമെന്റിന്റെ മറ്റൊരു പേര്? SRS എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ആണ്. അതിന്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാല് ബ്ലാക്ക് ബോക്സ് സ്പെസിഫിക്കേഷൻ ആണ് കേട്ടോ. ബ്ലാക്ക് ബോക്സ് സ്പെസിഫിക്കേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The dash is a working model of the system that is developed to test the concept and assumption about the system. വർക്കിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന മോഡൽ ഏതാണ്? വർക്കിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് ഏത് മോഡലാണ്? ഓപ്ഷൻ ഡി, പ്രോട്ടോടൈപ്പ് ആണ് കേട്ടോ.
ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യും. ഒരു വർക്കിംഗ് മോഡലാണ് പ്രോട്ടോടൈപ്പ്. അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ബാക്കിയുള്ള പ്രൊസീജിയർ, അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോടൈപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 50 ക്വസ്റ്റ്യൻ, ഓൾമോസ്റ്റ് അല്ല ഒരു 50 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് 205/2021 എന്ന് പറയുന്ന പ്രോഗ്രാമർ ഇൻ വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതിലോട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യന്റെ അനാലിസിസ് ആയിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തത്. നമ്മൾ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി കൺസെപ്റ്റുകളും ക്വസ്റ്റിന്റെ ഓരോ ക്വസ്റ്റിന്റെയും എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്ന്? ഓക്കെ, നമുക്കപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം നമ്മുടെ ഈ ഒരു സെക്ഷൻ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും പ്രോഗ്രാമറിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പഠിത്തവും നിങ്ങളുടെ ആ ഒരു വീക്ക് ഏരിയയും എല്ലാം ഐഡന്റിഫൈ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എനിവേ, താങ്ക് യു.